റോഷൻ ആൻഡ്രൂസ് കൂട്ടുകെട്ടിൽ 2005 ജനുവരി 21 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഉദയനാണ് താരം. മോഹൻലാലിനൊപ്പം മീനയും ശ്രീനിവാസനും ജഗതിയും തകർത്തഭിനയിച്ച ചിത്രമായിരുന്നു ഇത്. 20 വർഷങ്ങൾക്ക് ശേഷം റിലീസിന് ഒരുങ്ങുകയാണ് ഉദയനാണ് താരം. ജൂലൈ 18 4K ദൃശ്യമികവോടെയാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. ദീപക് ദേവിന്റെ സംവിധാനത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ കരളെ കരളിൻ്റെ കരളെ എന്ന ഗാനത്തിന് വൻ സ്വീകാര്യതയാണ് കിട്ടിയത്. നിശബ്ദ പ്രണയവും സങ്കടവും നിറച്ച മറ്റൊരു ഗാനമായിരുന്നു പറയാതെ അറിയാതെ നീ പോയതല്ലേ. അതും എന്നും മനസ്സിൻ്റെ വിങ്ങലാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് തന്നെ ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത രായപ്പനെയും പച്ചാളം ഭാസിയെയും പ്രേക്ഷകർ മറക്കാനിടയില്ല. ശ്രീനിവാസനാണ് കഥയും തിരക്കഥയും നിർമ്മിച്ചത്. ഒരു സംവിധായകന്റെ മനോസംഘർഷങ്ങളും സൂപ്പർ സ്റ്റാറുകളുടെ പൊങ്ങച്ചവും ഇതിൽ തുറന്നുകാട്ടി. 21ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ മിന്നിത്തിളങ്ങിയിരുന്ന മലയാള ചലച്ചിത്ര വ്യവസായത്തെ ബാധിച്ച സാമ്പത്തികവും കലാപരവുമായ പ്രതിസന്ധിയാണ് കഥയുടെ കേന്ദ്രബിന്ദു. സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായ ഉദയഭാനു എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ പോരാട്ടങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. എന്നാൽ തന്ത്രശാലിയായ ഒരു സുഹൃത്തും ജൂനിയർ ആർട്ടിസ്റ്റുമായ രാജപ്പൻ തെങ്ങുമൂട്, അതായത് ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ തിരക്കഥ മോഷ്ടിച്ച് സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ആകാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നു. മലയാള സിനിമയുടെ ചരിത്രത്തിലെ അതുവരെയുള്ള ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയൊരു ചിത്രമായിരുന്നു ഇത്. മികച്ച നവാഗത സംവിധായകനും മികച്ച നൃത്ത സംവിധാനത്തിനുമുള്ള 2 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ഈ ചിത്രം നേടി. 2008 തമിഴ് സിനിമയിലേക്ക് വെള്ളിത്തിര എന്ന പേരിലും 2009 ബോളിവുഡിൽ ഷോർട്ട് കട്ട് എന്ന പേരിലും ഇത് പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഉദയൻ വളർത്തിയ നായിക മധുമതി, അതായത് മീന, തൻ്റെ ദുഷ്ട സഹോദരൻ്റെയും അച്ഛൻ്റെയും കഷ്ടപ്പാടുകൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങി തന്നേക്കാൾ വളരെ പ്രായമുള്ള ഉദയൻ്റെ ആശ്വാസകരമായ കൈകളിലേക്ക് പോകുന്നു. എല്ലാ കിംവദന്തികളും പരിഹരിക്കാൻ ഉദയൻ അവളെ വിവാഹം കഴിക്കേണ്ടി വരുന്നു. പക്ഷേ അവരുടെ ബന്ധം അധികകാലം നീണ്ടു നിന്നില്ല. ഉദയൻ പൂർണ്ണമായും വിഷാദത്തിലാകുന്നു. എന്നാൽ ഉദയൻ്റെ ഫ്രണ്ടായി എത്തുന്ന ബേബിക്കുട്ടൻ, അതായത് മുകേഷ്, അയാളുടെ രക്ഷയ്ക്കായി എത്താറുണ്ട്. ഉദയനെ മറ്റൊരു തിരക്കഥയുമായി വരാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അത് താൻ നിർമ്മിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ സരോജ് കുമാറിനെ നായകനാക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു. ഉദയൻ ആദ്യം വിയോജിച്ചെങ്കിലും അയാൾക്ക് മറ്റ് മാർഗമൊന്നുമില്ല. സിനിമ ആരംഭിക്കുന്നു. പക്ഷേ ആഡംബരക്കാരനായ രാജപ്പൻ സാധ്യമാകുമ്പോഴെല്ലാം ഉദയൻ്റെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നു. സിനിമ ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ സിനിമയിൽ നിന്ന് പുറത്തു പോകുന്നു. ബാക്കി കഥ ഉദയൻ തൻ്റെ ജീവിതം തിരികെ നേടാൻ എങ്ങനെയോ ശ്രമിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തെ വിജയിക്കുമോ എന്ന് കാണാൻ ഈ ചിത്രം കാണണം. സിനിമാ മേഖലയിൽ നടക്കുന്ന യഥാർത്ഥ സംഭവങ്ങളും ശ്രീനിവാസൻ എഴുതുകയും നർമ്മത്തിലൂടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. സൂപ്പർ സ്റ്റാറുകളുടെ പോലും വെറുതെ വിടാതെ എല്ലാവരെയും അദ്ദേഹം വിമർശിക്കുന്നു. സംവിധായകൻ തിരക്കഥ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആഖ്യാനത്തിൽ എവിടെയോ എന്തോ ഒരു പിഴവ്, പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ സംഭവിച്ചിട്ടും ഉണ്ട്. ഇന്നത്തെ വലിയ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉദയൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ ഒരു എളിമയുള്ള പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നാൽ സരോജ് കുമാർ എന്ന മണ്ടൻ സൂപ്പർ സ്റ്റാറിൻ്റെ വേഷത്തിൽ ശ്രീനിവാസൻ പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിൽ തകർത്ത് അഭിനയിക്കുന്നുമുണ്ട്. മധുമതി എന്ന കഥാപാത്രമായി മീന പ്രശംസനീയമാണ്. മുകേഷ്, ജഗതി, സലീം കുമാർ, ഭാവന തുടങ്ങിയ മറ്റ് അഭിനേതാക്കൾ പിന്തുണയും ഏകുന്നു. ജഗതിയുടെ പച്ചാളം ഭാസി എന്ന കഥാപാത്രവും വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട്. മൊത്തത്തിൽ ഈ സിനിമ പൊതുജനങ്ങൾക്കിടയിൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. റിലീസിന് ഇറങ്ങുമ്പോൾ എല്ലാവരും പോയി കാണാൻ മറക്കരുത്. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്